ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു ട്രിപ്പ് പോവുകയാണ്. നിങ്ങൾ കാണാത്ത കുറച്ച് മുഖങ്ങളും കൂടി ഇതിൽ കാണാം. അവരാരൊക്കെയാണ് ഞാൻ വഴിയേ പറഞ്ഞു തരാം. അപ്പം ഇത് അജ്മൽ മാമായും വലിയാപ്പായുമാണ്. നമ്മൾ ട്രെയിനിലാണ് പോണത്. അപ്പം നമ്മൾ ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്ത് നമ്മൾ താഴോട്ടിറങ്ങി നിൽക്കുകയാണ് എല്ലാവരും കൂടി. അപ്പം നമ്മളെല്ലാവരും ട്രെയിനിൽ കയറേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. നമ്മളെ കസിൻസ് എല്ലാം നല്ല ത്രില്ലൊക്കെ അടിച്ചാണ് നിൽക്കുന്നത്. അതാണ് നമ്മളെ കുട്ടിപ്പട്ടാസ്. ഓൺ ദ വേ നമ്മളെ ട്രെയിൻ വന്നു. അപ്പോൾ നമ്മൾ കയറിയ പാടെ ഓടിപ്പോൾ കിട്ടിയ സീറ്റിലൊക്കെ കയറി വലിഞ്ഞു പിടിച്ച് കയറി ഇരുന്നിട്ടുണ്ട്. മുകളിലും താഴെയായിട്ട് എല്ലാവരും കയറിയിരുന്നു. ആ ബോഗിയിൽ നമ്മളെ സൗണ്ട് മാത്രമേ കേട്ടോളൂ. നല്ല ബഹളമായിരുന്നു. നമ്മൾ അജ്മൽ മാമായും ബാബയും എന്തൊക്കെയോ തമാശ പറഞ്ഞിരിക്കുകയാണ്. നമ്മളെ ഈ ട്രിപ്പിൽ അജ്മൽ മാമായും നൗഷാദ് മാമയും നല്ല കോമഡി ആയിരുന്നു. പിന്നെ പോയ വഴിക്ക് നല്ല മലയും നല്ല വയലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോയത്. അപ്പം നമ്മൾ പോവേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേര് ഓട്ടോയിലാണ് പോയത്. നമ്മളെ കുട്ടീസ് എല്ലാവരും കൂടെ ഓട്ടോയിലാണ് പോയത്. ഇത് കണ്ടപ്പോൾ ചെറിയൊരു ഡൗട്ടൊക്കെ അടിച്ചല്ലോ. നമ്മളപ്പോൾ കന്യാകുമാരിയിലാണ് വന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിൽ നിൽക്കുകയാണല്ലോ. നമ്മൾ ഓൺലൈൻ ടിക്കറ്റാണ് ഓർഡർ ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്ന് കയറാൻ പറ്റി. ഞാനും എൻ്റെ കസിൻസ് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുകയാണ്. ഇതാണ് നമ്മളൊരു കുഞ്ഞു ബോട്ടിലാണ് ആദ്യം പോയത്. നല്ല സൂപ്പർ വ്യൂ ഒക്കെ കണ്ടാണ് നമ്മൾ പോയത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബോട്ടിൽ കയറിയത്. ബോട്ടിൽ കയറിയപ്പോൾ ഉമ്മാക്കും അജ്മൽ മാമാക്കും വല്യപ്പാക്കും തല ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് എണീറ്റിരുന്നു കുറച്ച് നേരം. അങ്ങനെ നമ്മൾ എത്താറായി നമ്മുടെ സ്ഥലം. ബോട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് സേഫായിട്ട് നമ്മൾ അതിൻ്റെ അകത്തിരുന്നു. വലിയപ്പം എന്തൊക്കെയോ തമാശയൊക്കെ പറയാണ്. അതാണ് വിവേകാനന്ദ റോക്ക്. അവിടെയാണ് നമ്മൾ ബോട്ടിൽ നിന്ന് പോലെ ലാസ്റ്റ് ഇറങ്ങുന്നത്. ബോട്ടിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കയറിയപ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നിയെങ്കിലും പക്ഷേ അതൊന്നും കുഴപ്പമില്ല. നമ്മളിരുന്നിങ്ങനെ പോയി. പിന്നെ ബോട്ട് നല്ല കുലുക്കമൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് എല്ലാവർക്കും ഒരു സീറ്റിൽ ഇരിക്കാൻ പറ്റിയില്ല. വേറെ വേറെ സീറ്റിൽ നിന്നൊക്കെയാണ് നമ്മൾ പോയത്. കടലിലെ ബോട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കയറിയിട്ട് കുറച്ച് നേരം ആയപ്പോൾ എനിക്ക് പേടിയൊക്കെ മാറി. നമ്മൾ എത്താറായിട്ടുണ്ട്. എത്താറാകുമ്പോൾ എന്തായാലും എല്ലാവരും ഇരിക്കണം, അല്ലെങ്കിൽ ബോട്ട് ഒറ്റ ഇടി അങ്ങ് ഇടിച്ചവിടെ നിർത്തും. നമ്മളെല്ലാവരും ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറേ ദിവസം കൊണ്ട് നോക്കുകയാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം. അങ്ങനെ അവൾ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. കാണുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ ഒന്നുമില്ലെന്ന് നടന്നു പോകുമ്പോൾ ഒന്നും അറിയില്ല. ഞാനും അഫ്നയും ഹന്നായും ഫ്രണ്ടിൽ കൂടെ ഒറ്റ ഓട്ടത്തിന് ഓടി. അതുകൊണ്ടാണ് നമ്മളെ കാണാത്തത്. നമ്മൾ നേരെ കയറുന്നത് തിരുവള്ളൂരിലെ സ്റ്റാച്യൂവിലാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. അന്ന് ഞായറാഴ്ച പോയേണ്ട ഒരു പ്രത്യേക തിരക്കായിരുന്നു. അതിൻ്റെ നല്ല പാറ പോലത്തെ കല്ലാണ്. അതിനെക്കുറിച്ച് എന്തൊക്കെ പറയണമെന്നൊന്നും എനിക്കറിഞ്ഞൂടെ. നമ്മളങ്ങനെ കയറി മുകളിലോട്ട് പോവുകയാണ്.
തറയിൽ നല്ല നനവൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ലിപ്പായി. പിന്നെ കുഴപ്പമില്ല, നമ്മൾ നടന്ന് കയറി. അങ്ങനെ നമ്മൾ ടോപ്പിലെത്താറായിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുമിച്ച് കയറി എല്ലാവരും ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ വേറെ വേറെ ആയിട്ടാണ് എല്ലാവരും പോയത്. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ ടോപ്പിലെത്തി, അങ്ങനെ ഒരു വിധത്തിൽ കയറി. ഇവിടെ കയറുമ്പോൾ തന്നെ നല്ല കാറ്റാണ്. നമ്മളിവിടെ പിടിച്ചിറുക്കി നിന്നില്ലെങ്കിൽ നമ്മളെ കാറ്റ് വലിച്ചെടുത്തോണ്ട് അങ്ങ് പോകും. ഇതാണ് തിരുവള്ളൂർ സ്റ്റാച്ചു. നല്ല പൊക്കവും നീളവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കടലിൻ്റെ നേർക്ക് നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റും നല്ല തണുത്ത കാറ്റും, അത് നല്ല ഉറക്കം വരും കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ കടലിന് 2 കളറായിട്ട് കാണില്ലേ, നല്ല രസമുണ്ടായിരുന്നു പക്ഷെ കടൽ കാണാൻ. പിന്നെ നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് നമ്മളെ 4 ഫാമിലി. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടിയാൽ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പോലല്ലോ. നമ്മൾ ഫാമിലി ഫോട്ടോ അല്ലാതെ ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വിവേകാനന്ദ റോക്കിലോട്ടാണ് പോണത്. അവിടെ നല്ല വെയിലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി. ആ വെള്ള ലൈൻ കണ്ടോ നിങ്ങളെ? ആ വെള്ള ലൈൻ കൂടെ നടന്നാൽ ഒന്നും അറിയില്ല. വെയിലിരുന്ന് ചെറുതായിട്ട് നമ്മളെ കാലൊക്കെ ഒന്നും പൊള്ളത്തൊന്നുമില്ല. നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ കുറേ നടന്നപ്പോൾ ഒരു തണലൊക്കെ ഉള്ള ഒരു കുഞ്ഞ് ഒരു എന്തോ കണ്ടു. അപ്പം അതിൻ്റെ അകത്തോട്ട് എല്ലാവരും കൂടെ വട്ടത്തിലൊക്കെ ഇരുന്ന് ചിപ്സും ചക്കവറ്റലും എല്ലാവരും തിന്നിരുന്നു. മാമയൊക്കെ നല്ല ക്ഷീണിച്ച് നടന്ന് അതുകൊണ്ടാണ് മാമിയുടെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, അതെന്തിനാണ് അറിഞ്ഞൂടാ, നല്ല സൂപ്പറായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് പോവാൻ വേണ്ടി ബോട്ടിൽ കയറി. പിന്നെ നമ്മൾ ചോര കഴിക്കാൻ വേണ്ടി പോയി. നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കയറിയത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നിക്കൂണു നമ്മൾ 3 നേരം മസാല ദോശയാണ് തിന്നത്. പിന്നെ നമ്മൾ ബീച്ചിൽ പോവാൻ വേണ്ടി നടക്കുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നടന്ന്. പിന്നെ അവിടെ പോയി നമ്മൾ കാലൊക്കെ നനച്ച് കുറച്ചേരം. ഇവിടെ നല്ല വെയിലായിരുന്നു ഗൈസ്. അതിൻ്റെ ഇടയിൽ നിക്കു ഹന്നത്താത്ത ഫോട്ടോയിലൊക്കെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ കുറച്ചേരം നിന്നിട്ട് നമ്മൾ സ്റ്റേഷനിൽ പോവാണ്. തിരിച്ച് നമ്മൾ പാസഞ്ചർ ട്രെയിനിലാണ് പോയത്. അതിൻ്റെ ഇടയിൽ ഡിക്ക് സർക്കസ് കാണിക്കുന്നുണ്ട്. അപ്പം എഹിയ കയറാൻ നിൽക്കുകയാണ്, വലിയപ്പം സഹായി കൊടുക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു ആ ട്രിപ്പ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, നല്ല കോമഡി ഉണ്ടായിരുന്നു. അച്ഛൻ താത്താത്ത ഇടയ്ക്ക് വയ്യായിരുന്നു, പിന്നെ ഓക്കെ ആയി. പിന്നെ നമ്മളെല്ലാവരും സംസാരിച്ചിട്ടുണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നൂഫിത്താത്ത കൂട്ടിനാരും ഇല്ലാന്ന് നൂഫിത്താത്ത വിഷമിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ചേരം ഇടയ്ക്ക് ഉറങ്ങി. എഹിയ മുറുക്ക് മാറ്റേണ്ടി പോവുകയാണ്. അജ്മലാണ് അപ്പുറത്തെ സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ടയറാണ്ട് വേറെ വീഡിയോ